നമസ്കാരം. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് കേരള വനം വകുപ്പിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരള വനം വകുപ്പും കേരള സർക്കാരും സംയുക്തമായി വിവിധ തരത്തിലുള്ള ഫെൻസിംഗ് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. വയനാട് വന്യജീവി സങ്കേതത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി AI ബേസ്ഡ് സ്മാർട്ട് ഫെൻസിങ്ങിന്റെ പുതിയ ഒരു ഫെൻസിംഗ് നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതിന്റെ പ്രവർത്തന രീതികൾ ഏതൊക്കെ രീതിയിലാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സോളാർ ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ മുന്നേക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ആസിഡ് ബാറ്ററീസ് ആയിരുന്നു. അപ്പോൾ അത് മാറിയിട്ട് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ലിഥിയം അയൺ ബാറ്ററി ആയി. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ എനർജൈസറാണ് വരുന്നത്. ഇത് നമ്മളെ ഫെൻസിങ്ങിനെ AI കൺട്രോൾ ചെയ്യുന്ന എക്യുപ്മെൻറ്റിൻ്റെ പാർട്ടാണ്. അതിൻ്റെ പാർട്ടായിട്ടുള്ളതാണ് ആൻറ്റിനയും. നമ്മൾ ഫെൻസിങ്ങിൽ ഏതെങ്കിലും തരത്തിൽ ഫെയിലിയർ ഉണ്ടായാൽ അത് മരം മറച്ചിടുക അല്ലെങ്കിൽ എന്തെങ്കിലും വോൾട്ടേജ് കുറവൊക്കെ ചെയ്താൽ നമുക്ക് ഈ എക്യുപ്മെൻറ്റ് ആൻറ്റിന വഴി നമുക്കത് എന്ത് ചെയ്യും പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 1.5 കിലോമീറ്റർ ഫെൻസിങ് ലൈന് ഒരു യൂണിറ്റാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൽ മെഷീൻ ടു മെഷീൻ സിം ഇംപ്ലിമെൻറ്റഡ് ചെയ്തുള്ള സ്മാർട്ട് ഫെൻസിങ് യൂണിറ്റ് ആയതുകൊണ്ട് ഈ ഒരു ഫെൻസിങ് ലൈനിൽ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ വന്നു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉപയോഗിച്ച് ആ ഒരു മെസ്സേജ് അലേർട്ട് ബന്ധപ്പെട്ട സ്റ്റേഷൻ സെക്ഷനിലേക്ക് അലേർട്ട് മെസ്സേജായിട്ട് എത്തുന്നതാണ്. ബന്ധപ്പെട്ട ഫീൽഡ് സ്റ്റാഫ് ഈ മെസ്സേജ് അലേർട്ട് കിട്ടിയ ഉടനെ തന്നെ ഫീൽഡിൽ എത്തുകയും ഫീൽഡിലുള്ള ഈ ഒരു പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രമാണ് അവർ ഫീൽഡ് വിട്ട് തിരിച്ചു പോകുന്നത്. ഈ ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ പോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ പോസ്റ്റിലടക്കം നമുക്ക് ഓൾറെഡി പവർ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ ആനയ്ക്കത് പോസ്റ്റ് മറിക്കാനോ അതിൽ സ്പർശിക്കാനോ സാധിക്കുകയല്ല. അതുകൂടാതെ നമ്മൾ ഈ പോസ്റ്റിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഷേപ്പിൻ്റെ മുകളിൽ ഒരു ആർച്ച് രൂപത്തിൽ ഒരു കമ്പി താഴുകയും അതിൽ നിന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ കമ്പി താഴോട്ട് വന്നതും അത് ചെയ്തത് മൂലം പോസ്റ്റ് ഒന്നുകൂടി സുരക്ഷിതമാണ്. എൻ്റെ പേര് വിജയകുമാറാണ്. ഇത് വള്ളുവാടി ഓളപ്പുള്ള എന്നുള്ള സ്ഥലമാണ്. ഈ പുതിയ ഫെൻസിങ് വന്നതിന് ശേഷം എനിക്ക് കൃഷി എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. എൻ്റെ വയലാണ് ഈ കാണുന്നത്. 3 വർഷമായി ഞാൻ ഈ കൃഷി എടുത്തിട്ട് ഈ പ്രാവശ്യമെങ്കിലും കൃഷി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ഫെൻസിങ് വന്ന് ഇത് നല്ലതാണെന്നുള്ളൊരു ഉദ്ദേശത്തിലൂടെയാണ് ഞാൻ എടുക്കുന്നത്. ഈ പ്രാവശ്യം എന്തായാലും കൃഷി എടുക്കണം. എൻ്റെ മാടാണ്. ഞാൻ 3 വർഷമായി മാടും പൊളിഞ്ഞെടുക്കുന്നത്. മാട് ഈ പ്രാവശ്യം നല്ല ക്ലിയറാക്കി എടുക്കണം. കൃഷി എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഈ പ്രാവശ്യം ഫെൻസിങ് ക്ലിയർ ആയതുകൊണ്ട്